അങ്ങനെയല്ല, നിങ്ങൾ വായിച്ചില്ല. നിങ്ങളിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആരോ പറയുന്നത് കേൾക്കുക, ഉടനെ തന്നെ ഇങ്ങോട്ട് ചോദിക്കുക. നിങ്ങളതിൻ്റെ അതിൻ്റെ മുഴുവൻ ഗണ്ണികയും വായിച്ചോ? ഞാനിപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എനിക്ക് അസംബ്ലിയിൽ നിന്നല്ലേ കിട്ടിയത്, നിങ്ങൾക്ക് പലരും കിട്ടിയിട്ടുണ്ടാവും. എനിക്ക് അതിലൊന്നും തർക്കമില്ല. ഞങ്ങൾ അതിൽ ഉൾച്ചേർക്കേണ്ടുന്ന എല്ലാ വിമർശനാത്മകമായ നിലപാടുകളും എല്ലാ ക്രിയാത്മകമായ നിലപാടുകളും എല്ലാ പ്രപ്പോസലുകളും ഇനി അങ്ങോട്ട് മുമ്പോട്ടേക്ക് പോകേണ്ടതിന് വേണ്ടി മുന്നോട്ടേക്ക് വെക്കേണ്ടുന്ന മുഴുവൻ കാര്യങ്ങളും ഉൾച്ചേർത്തിട്ടുള്ള ഒരു ബൃഹത്തായ എന്നാൽ വളരെ ശക്തമത്തായ ഒരു ആശയ ഉൾക്കൊള്ളലാണ് ഈ നയപ്രഖ്യാപന രേഖയിൽ ചേർത്തിട്ടുള്ളത്. അങ്ങനെ അല്ല എന്ന് പറയുന്നത് ഒന്നും ശരിയല്ല. ഒന്നുകൂടി വായിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അത്രയേ നിങ്ങളോട് പറയാനുള്ളൂ. അയാൾക്ക് ആരോഗ്യ പ്രശ്നമില്ലാതെ വ്യക്തമായില്ല. അതുകൊണ്ടല്ലേ ഞാൻ ആരോഗ്യ പ്രശ്നമില്ലാതെ വ്യക്തമായില്ല. ഇന്നിപ്പം പ്രസംഗിച്ചല്ലോ നന്നായിട്ട്. ഇന്നത്തെ ഗവർണറുടെ പ്രസംഗത്തോടു കൂടി മനസ്സിലായി ആരോഗ്യ പ്രശ്നമില്ലാതെ. ആദ്യം വിചാരിച്ചത് ആ കാര്യം പറയാൻ കഴിയാതെ കൊണ്ടാണെന്നാണ്. അപ്പോൾ നോക്കുമ്പോൾ പറയാനെല്ലാം കഴിയുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതാണ് കാര്യം. അതിൻ്റെ ഞാനൊന്നും കൂടി വായിക്കാതെ ഞാൻ പറഞ്ഞത് ഒന്നുകൂടി പറയാം. എന്നാൽ ഗവർണർ എന്ന നിലയിൽ അവിടെ പൊതുവിൽ പെരുമാറേണ്ട രീതിയിലല്ല അദ്ദേഹം പെരുമാറിയിട്ടുള്ളത്. ഗവർണർ പദവിയുടെ അന്തസ്സിന് യോജിക്കാത്ത രീതിയായിരുന്നു അത്. നിലവട്ട പെരുമാറ്റമാണ് അദ്ദേഹം കാഴ്ചവെച്ചത്. ഇത്രയും പാർട്ടി വളരെ ഷാർപ്പാണ്. സർക്കാരും ഷാർപ്പ് തന്നെയാണ്. ഈ ഷാർപ്പ് നിങ്ങൾ ചീത്ത പറയല. ഷാർപ്പ് എന്നാൽ നല്ല ശക്തിയായ രീതിയിൽ തന്നെയാണ്. ഞാൻ പറഞ്ഞില്ലേ, അദ്ദേഹം വായിക്കുന്നില്ല എന്ന് പറഞ്ഞ വായിക്കാതെ വിട്ടതിനേക്കാളും വളരെ ഷാർപ്പായിരുന്നു അദ്ദേഹം വായിച്ച ഭാഗം. അത് കൃത്യമായിട്ട് അവർ അപകീർത്തിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ശരി, അത് വിടാം നമുക്ക്. അത് വലിയ കാര്യമുള്ള കാര്യമില്ല. ഞങ്ങൾ ഇതാ നമ്മുടെ നിലപാട്, പാർട്ടി നിലപാട്. പിന്നെ ആരെങ്കിലും നിലപാടൊന്നും നമുക്ക് ചോദിക്കണ്ട. ഇതാ പാർട്ടിയുടെ നിലപാട്. ഞാൻ നല്ല വിമർശനമാണ് പാർട്ടി മുന്നോട്ടേക്ക് പോകും. യെസ്, സർക്കാരിന്റെ നിലപാടൊന്നും ശക്തിയായി എന്ത് ചെയ്യാനോ ഒന്നും ചെയ്യാൻ പറ്റില്ല. അദ്ദേഹം നിലവിട്ടിരിക്കുന്നു ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞത് അതുകൊണ്ടല്ലേ. അത് അത്രയല്ലേ പറയണ്ടു. അദ്ദേഹം ഇങ്ങനെ ഇരുന്നാലും അദ്ദേഹം ഉണ്ടാനും ഒന്നും തയ്യാറാവുന്നില്ല. അദ്ദേഹം ഒരു പ്രത്യേക രീതിയിൽ നിലവിട്ട രീതിയാണ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. നോക്കാം നമുക്ക്. പ്രത്യേകിച്ച് വേറെന്തെല്ലാം പണിയുണ്ട്. അതുകൊണ്ട് പ്രത്യേക സമരത്തിന് ഇപ്പോൾ അതെല്ലാം പുറപ്പെടുന്നത്. ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റിന്റെ സാമ്പത്തിക ഉപരോധം ഉൾപ്പെടെയുള്ള പ്രശ്നത്തിന് മേലെ പ്രത്യക്ഷ നടത്തി പോവില്ലേ. അതും കൂടി കഴിഞ്ഞ് വന്നിട്ടാകുമ്പോൾ നോക്കാം. കൊണ്ട് പ്രത്യക്ഷം വേണമെന്ന് വരട്ടെ. ആയിട്ടില്ല. എല്ലാവരോടും ക്ഷണിച്ചിട്ടുണ്ട്. മിക്കവാറും വരും തന്നെയാണ് കാണുന്നത്. മമതാ ബാനർജിനെ നമ്മൾ പ്രത്യേകിച്ച് അങ്ങനെ കാണുന്നില്ല. ആര്? അയ്യോ, പ്രതിപക്ഷത്തോട് നമ്മൾ ചർച്ച ചെയ്തതല്ലേ വരാൻ. അവര് കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങളിലോ കേന്ദ്രം എടുക്കുന്ന നിലപാടുകൾക്കെതിരായ സമരങ്ങളിലോ വരാൻ തയ്യാറില്ലല്ലോ. രണ്ടിലുമില്ല. ഒരു വികസനവും കേരളത്തിൽ നടത്താൻ പാടില്ല എന്ന് ലോകത്ത് ആദ്യം പറയുന്ന ഒരേ ഒരു പ്രതിപക്ഷവും നേതാവുമാണ് ഈ കോൺഗ്രസും അതുപോലെ തന്നെ VD സതീശൻ. ഒരു വികസനവും നടത്താൻ ഞങ്ങൾ അനുവദിക്കില്ല. ഇങ്ങനെ രാഷ്ട്രീയ തീരുമാനമെടുത്ത ഒരു പാർട്ടി ലോകത്തുണ്ടാവില്ല. പ്രതിപക്ഷം നീ ഏത് അജണ്ടയൊന്നും തീരുമാനിച്ചു. അതെല്ലാം സെൻട്രൽ കമ്മിറ്റി തീരുമാനിക്കേണ്ടി. പൊതുവായിട്ട് സാർവദേശീയ ദേശീയ രാഷ്ട്രീയ സംഭവ വികാസങ്ങളെ സംബന്ധിച്ച് വളരെ ഗൗരവപൂർണമായ പരിശോധന ഉണ്ടാവും. പ്രതിപക്ഷ ഐക്യത്തിന് വേണ്ടി നിലകൊള്ളില്ലേ ഞങ്ങൾ. അതിന് വേറെ പ്രശ്നം വന്നിരിക്കുന്നു. ഇന്ത്യയിൽ BJPയെ തോൽപ്പിക്കുന്നതിന് ഓരോ സംസ്ഥാനത്തെയും ഓരോ യൂണിറ്റായി എടുത്ത് 63% BJP വിരുദ്ധ വോട്ടുള്ള ഈ രാജ്യത്ത് 37% മാത്രം വോട്ടുള്ള BJPയെ ഓരോ മണ്ഡലത്തിൻ്റെയും ചിത്രം പരിശോധിച്ച് ഒരു മണ്ഡലത്തിലും സ്ഥാനാർത്ഥി ആരാണ് എന്നുള്ള കാര്യം നോക്കാതെ BJP വിരുദ്ധ വോട്ട് ചോർന്നു പോകാതെ ഛിന്ന ഭിന്നമാവാതെ അവിടെ തോൽപ്പിക്കാനുള്ള നിലപാട് സ്വീകരിക്കണം എന്നാണ് CPIഎമ്മിൻ്റെ നിലപാട്. അതുകൊണ്ട് അതിവിശാലമായ ഒരു പ്രസ്ഥാനം രൂപപ്പെട്ട് വരണം എന്നുള്ളതാണ് ഞങ്ങൾ ആഗ്രഹിച്ചത്. അതൊക്കെ ഞങ്ങൾക്ക് നേരത്തെ ഓരോന്നിനെ സംബന്ധിച്ച് വ്യക്തതയുണ്ട്.